പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 10 വെള്ളിയാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ,
ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നമ്മളിതിൽ ന്യായസ്ഥാനത്തെക്കുറിച്ചാണ് ഇപ്പം ചിന്തിക്കണത്. കാര്യം സഭയിലേക്ക് ജനങ്ങൾ ന്യായസ്ഥാനപ്പെടുന്ന ഒരു ടൈമാണിത്. എന്താണ്, ശനിയാഴ്ച പെസഹ ജാഗ്രതയല്ലേ, ന്യായസ്ഥാന വെള്ളം നമ്മൾ ആശീർവദിച്ച് വെക്കുകയും ഞങ്ങൾ സിംഗപ്പൂർ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, സിംഗപ്പൂർ 3200ഓളം മനുഷ്യർ, ചൈനക്കാർ ഉൾപ്പെടെ ഉള്ളവർ വേദപാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൊല്ലമായിട്ട്. അപ്പോൾ അവർ ഈ പെസഹയ്ക്ക് ജ്ഞാനസ്ഥാനപ്പെട്ട് കാണും. അപ്പം ലോകം മുഴുവൻ ഇങ്ങനെ ഒരു 1,100,42 ആയില്ലേ ഇപ്പം കത്തോലിക്കർ. ഇപ്പോഴാണ് ആ കണക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ 20,000 പേരോളം ഫ്രാൻസിൽ ഈ ദിവസങ്ങൾ ജ്ഞാനസ്ഥാനപ്പെട്ടു. പല രാജ്യങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട്, കർത്താവിൻ്റെ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നത്. ഇപ്പം സഭയോട് നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മൾ ജ്ഞാനസ്ഥാന വ്രതം നവീകരിക്കത്തില്ലേ, അപ്പോഴ് പെസഹ ജാഗരത്തിൽ ഒരു ചോദ്യം ചോദിക്കും. ജ്ഞാനസ്ഥാന വ്രതം ആശീർവദിക്കണ ഇടക്ക് എന്താ ചോദിക്കണത്? നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു എന്ന് ചോദിക്കത്തില്ല. അവരുപേക്ഷിക്കുന്നു എന്ന് പറയും. പിന്നെ അച്ഛൻ ചോദിക്കുന്ന അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ആർഭാടം എന്താണെന്ന് ആൾക്കാർക്കറിയത്തില്ലേ? ഈ അച്ഛനെ അറിയാമെന്നറിയത്തില്ല. അപ്പോൾ ആർഭാടങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൾക്കാർ രാത്രിയാണ് സംഭവിക്കണത്. ഈ ചോദ്യങ്ങളൊക്കെ വളരെ അപ്പം കുറച്ചൊരു ഉറക്കമായിരിക്കും. എന്തായാലും അവർക്കൊരു പിടിയും കിട്ടത്തില്ല. എന്തായാലും പറയും ആർഭാടം ഉപേക്ഷിക്കണമെന്ന് പറയും. ഈ 90% ആൾക്കാരും പിശാചിൻ്റെ ആർഭാടം എന്താണെന്ന് അറിയത്തില്ല. ഉപേക്ഷിക്കണമെന്ന് വെറുതെ പറയണതാണ്. എന്താണ് ഉപേക്ഷിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ഉപേക്ഷിക്കും. എന്താ ശരിക്കും പറഞ്ഞാൽ ലെയർ ഓഫ് സിൻ, ഡു യു ഡിനൈ ദ ലെയർ ഓഫ് സിൻ, LURE, ലെയർ ഓഫ് സിൻ എന്ന് വെച്ചാൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവെന്നാണ്. പാപത്തെ ഉപേക്ഷിക്കുന്നു മാത്രമല്ല, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വെച്ചാൽ പാപം. ഇപ്പോൾ ഒരുത്തൻ വെള്ളം അടിച്ചു, വെള്ളം അടിക്കണമല്ല പ്രശ്നം, അതിനുശേഷം അവൻ കിൻഡായിട്ട് നടക്കും. എൻ്റെ ആർഭാടം അതാണല്ലേ. അപ്പം ഈ ആർഭാടത്തിൽ വേറൊരു സാധനമുണ്ട്. ചില ആൾക്കാർ വെള്ളം അടിച്ച് വീട്ടിൽ വന്നെ എന്താ അറിയാവാ, അതുകൊണ്ട് കുറച്ച് സേഫായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. എന്ന് പറഞ്ഞാൽ ഭാര്യ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കത്തില്ല, മക്കൾ സംസാരിക്കത്തില്ല, അപ്പന് വെള്ളമാണെന്ന് പറയും. അപ്പം അത് കേൾക്കണുണ്ടേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ട് ചെല്ലത്തില്ല. അതിൻ്റെ സുഖമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ചുമ്മാ 2 വീശി അവിടെ ഇരുന്നാൽ മതി. അതാണ് ആർഭാടം എന്ന് പറയേണ്ട കാര്യം. ഇതുപോലെ പാപത്തിന് അതിൻ്റെ ആർഭാടങ്ങളുണ്ട്. അത് നമുക്ക് തരുന്ന സന്തോഷങ്ങളാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ ചിലർ 8ാം ക്ലാസ്സിലെ പിള്ളേർ വരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇത് ലിപ്സ്റ്റിക് തേച്ചവൻ്റെ കുർബാന സ്വീകരിക്കാൻ വരും. ഇപ്പം ഞാൻ ഈ കുർബാന കൊടുക്കുന്ന സമയത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ശരി, എന്തിനാണ് അവർ ലിപ്സ്റ്റിക് തേച്ചുകൊണ്ട് ഈ കുർബാന സ്വീകരിക്കാൻ വരണത്? കുർബാനയെ വരെ ലിപ്സ്റ്റിക് ചുവപ്പും നിറവായിരിക്കും. എന്താ അവർ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഇത് പണ്ട് ചെയ്യുമായിരുന്നു ചിലരേ ചെയ്യത്തുള്ളത്. പണ്ട് ഈ നാടക നടിക്കാരും സിനിമാ നടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം 8ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട്, അത് 10ാം ക്ലാസ്സിലെ പിള്ളേർ ചെയ്യുന്നുണ്ട്, ചില ചെയ്യുന്നുണ്ട്. പക്ഷേ ഉദ്ദേശിക്കണത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഇന്ത്യയിൽ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം. ഇപ്പം മദാമ അത് ചെയ്തുകൊണ്ട്, ഇപ്പം വെള്ളക്കാരത് ചെയ്തുകൊണ്ട് നമുക്കത് കുറ്റം പറയാൻ പറ്റുകയില്ല. ഞാൻ ചെന്ന രാജ്യങ്ങളിലെല്ലാം അവർ ചെയ്യുന്നുണ്ട്. കാര്യം അവിടെ ചുണ്ടെന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വരണ്ട് പിടിക്കുക. നമുക്കും വരണ്ട് പിടിക്കും. അപ്പം അവർ അവിടെ എന്തെങ്കിലും ചുണ്ടിൻ്റെ വരൾച്ച എന്ന് പറയുന്നത് അവരത് എന്തെങ്കിലും ഒരു സംഭവം അവിടെ തേക്കും. ആ ലിപ്സ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടി അവിടെ ചോന്നിരിക്കും. പക്ഷെ എന്നാ പറ്റിയ വെച്ചാൽ മുഖം വേറെ ചുണ്ട് വേറെ ആയിട്ടിരിക്കും. അതാണ് പ്രശ്നം.
മുഖം വേറെ ചുണ്ട് വേറെ ആയിട്ടിരിക്കും. പിന്നെ അവർ കണ്ട് അതിൻ്റെ അകത്തൊരു ഇരിക്കണുണ്ട്. പക്ഷേ ഇന്ത്യക്കാരൻ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ആരുടെയും ചുണ്ട് വരണ്ട് പോകത്തൊന്നുമില്ല. ഇവിടെ എന്തിനാ? മറ്റുള്ളവർ നമ്മളെ കാണാൻ വേണ്ടിയാണ്. മറ്റേ ആൺപിള്ളേർ നമ്മളെ കാണാൻ വേണ്ടിയും അത് നല്ലതാണല്ല, സൂപ്പറായിരിക്കണമല്ല, ക്യൂട്ടാണെന്നല്ല എന്നൊക്കെ പറയും. അതിനാണ് ഈ ആർഭാടങ്ങൾ എന്ന് പറയുന്നത്. ലർ ഓഫ് സിൻ. നിങ്ങളെ പിശാചിനെ ഉപേക്ഷിക്കുന്നു, അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നു. അതിൻ്റെ അകത്ത് എല്ലാം വരും. നമ്മുടെ ബോഡി പാർട്ടുകൾ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ, എന്നിട്ട് നമ്മൾ അതിലൂടെ അവരുടെ ആകർഷണം നമ്മൾ വാങ്ങിച്ചെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നതെല്ലാം പാപത്തിൻ്റെ ആർഭാടങ്ങളാണിതെല്ലാം. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കും. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ് വിശ്വാസത്തിനും ആർഭാടങ്ങളുണ്ടാകും. വിശ്വാസത്തിൻ്റെ ആർഭാടം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. വിശ്വാസത്തിൻ്റെ ആർഭാടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൗതിക സാഹചര്യവും ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന ഭൗതിക സാഹചര്യമാണ് വിശ്വാസത്തിൻ്റെ ആർഭാടം. ഇപ്പം ഉദാഹരണത്തിന് വിശ്വാസത്തിൻ്റെ ആർഭാടം ദൈവം ചിലപ്പോൾ എടുത്തു മാറ്റും. നല്ല കറക്റ്റ് വിശ്വാസം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ആർഭാടം എടുത്തു മാറ്റും, ഭൗതിക സാഹചര്യം എടുത്തു മാറ്റും. ഇപ്പം പത്രോസ് ദേവാലയത്തിൽ പോകത്തില്ലേ? അതാ വിശ്വാസം അനാർഭാടമായിട്ടാണ് പോണത്. ദേവാലയത്തിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന് ആർഭാടമില്ലാതെയാണ് പത്രോസ് കയറി പോണത്. പത്രോസ് പ്രവർത്തനം 3:6. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും. അതാ, വെള്ളിയുമില്ല, സ്വർണവുമില്ല, ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. വിശ്വാസത്തിന്റെ കട്ടൻ ചായ കുടിക്കാൻ കാശ് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അതാണ്. പക്ഷേ തനി വിശ്വാസം വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ പോലെ. പണ്ടിത് പഠിപ്പിച്ച ഇയാളാ ഈ പത്രോസിനെ കർത്താവ് ഒരു മീൻ കരുനന്തനില്ലാത്ത കടലിൽ വലറിയാൻ പഠിപ്പിച്ചപ്പോഴും പത്രോസ് ഇത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ കടലിൽ മീനില്ല, ഈ കടലിൽ കരുനന്തം പോലും ഇല്ല. അത് തന്നെയാണ് ഇപ്പോൾ ഇയാൾ പറയണത്. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. അന്നും പുള്ളി കയ്യിലില്ലാഞ്ഞ കാര്യം പറഞ്ഞു, കടലില്ലാഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഈ കടലിൽ കരുനന്തം പോലും ഇല്ല, വലിയ മീനുമില്ല, ചെറിയ മീനുമില്ല. എങ്കിലും നീ പറഞ്ഞത് കൊണ്ട് ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇവിടെയും വിശ്വാസത്തെ ഭൗതിക സാഹചര്യങ്ങൾ വെട്ടിമാറ്റിയിട്ട് അനാർഭാടമായിട്ട് ജീവിക്കേണ്ടി ഒരു അവസരം വന്നിരിക്കുകയാണ്. പറയുന്നത് പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, പക്ഷേ എൻ്റെ കയ്യിലൊരാളുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ. എന്തെല്ലാം സംഭവം ഉണ്ടായാലും, പണം പോയാലും ആരോഗ്യം പോയാലും, നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പണം പോവും, നമ്മൾ കടക്കാരാവും, ചിലപ്പോൾ ആരോഗ്യം പോവും, പക്ഷേ ക്രിസ്തു ഒരിക്കലും പോകത്തില്ല. ഞാൻ പണ്ട് ഇതിനേക്കാൾ ആരോഗ്യവാനായിരുന്നു. എനിക്ക് ഭക്ഷണങ്ങളൊക്കെ പലതും പത്യവാണി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കിഡ്നിയുടെ കുറേ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ നോക്കിയേ, ചിലപ്പോൾ ആരോഗ്യം പോവും, പക്ഷെ ക്രിസ്തു പോകത്തില്ല. ഈ അനാരോഗ്യകരമായ സാഹചര്യത്തിലാണ് ഞാൻ ഈ 12 രാജ്യങ്ങളിൽ സുവിശേഷ വേല ചെയ്തിരിക്കുന്നത്. അതെന്താ കാര്യം? പൊന്നും വെള്ളിയും നമ്മുടെ കയ്യിൽ നിന്ന് പോകും, പക്ഷെ ക്രിസ്തു പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കടം വന്നു, അല്ലെ പരീക്ഷ തോറ്റു, അല്ലെ കെട്ടിയ കല്യാണം പറഞ്ഞു വെച്ച കല്യാണം പോയി, അല്ലെങ്കിൽ പറഞ്ഞു വെച്ച വിസ പോയി, അല്ലെങ്കിൽ വിസ കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തു നിങ്ങൾക്കൊന്ന് പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡൗൺ ആകരുത്. എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ഡൗൺ ആവരുത്. അപ്പോൾ സന്തോഷമായിരിക്കണം. എന്തെല്ലാം നഷ്ടപ്പെട്ടു, ഉറ്റവർ പോയാലും ഉടയവർ പോയാലും പോകാത്ത ഒരാളാണ് ക്രിസ്തു. ആ ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ട്, അത് ഓർത്തേക്കണം. അവൻ്റെ കൂടെ നമുക്ക് ജീവിക്കാം, അതിജീവിക്കാനും പറ്റും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.